നമസ്കാരം. ദുഷ്ടതയാർന്ന മനുഷ്യരാണ് ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്നലെ വൈക്കത്തുനിന്നൊരു പാവം ബ്രാഹ്മണ സ്ത്രീ എന്നെ വിളിച്ചു. അവരുടെ ശബ്ദത്തിൽ തന്നെ ഉണ്ട് അവരുടെ ഒരു ദയനീയത. സ്വാമി, DNA യൂട്യൂബൊക്കെ കാണാറുണ്ട്, ഞാൻ വിളിച്ച ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. ഞാൻ എന്താണ് അതെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഭർത്താവ് എന്ത് ചെയ്യുന്നു? അദ്ദേഹം പൂജാരിയാണ്, അമ്പലത്തിലെ എവിടുത്തെ വൈക്കം ക്ഷേത്രത്തിലെ പൂജാരിയാണ്, ഇന്ന നടയിലാണ് താമസം. ഞാൻ ചോദിച്ചു എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? അപ്പോൾ അവർ പറഞ്ഞത്, ആ അമ്മ പറഞ്ഞത്, ഞങ്ങളിവിടെ വേറെ ഏതോ സ്ഥലം പറഞ്ഞു, ഞങ്ങളിവിടെ കുറച്ച് സ്ഥലം മേടിച്ചു, ആ സ്ഥലം മേടിച്ച് അന്ന് മുതൽ ദുരിതമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ അങ്ങോട്ട് പറയാം, അമ്മ കേട്ടോളൂ. ആ വാങ്ങിച്ച സ്ഥലം ഒരു ജലാശയം, കുളമായിരുന്നു. അതെ. ആ വീട് അതൊരു കാവ് നിന്ന സ്ഥലമായിരുന്നു. അതെ. കാവിനെല്ലാം ആവാഹിച്ചുകൊണ്ട് പോയി മണ്ണിട്ട് മൂടിയിട്ട് ഈ ഒരു മനുഷ്യൻ വിറ്റു നിങ്ങൾക്ക്. അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരുടെ സ്വത്താണ്, ഇവർ രണ്ടാമതൊന്ന് കല്യാണം കഴിച്ചതായിരിക്കും അല്ലേ? അതെ. ആ സ്ഥലം സർപ്പങ്ങൾ ഇപ്പോഴും സാന്നിധ്യമായി നിൽക്കുന്ന സ്ഥലമാണ്. ആ മനുഷ്യൻ രണ്ടാമത് അവിടെ വന്ന് വിവാഹം കഴിച്ച രണ്ടാമത് വിവാഹം കഴിച്ച ആ മനുഷ്യൻ്റെ കൂടെ ദുരിതപ്പെട്ട ആ സ്ത്രീ മരിച്ച് സ്വത്ത് ഇയാളുടെ കയ്യിലായപ്പോൾ ഇയാളൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരന് 10-25 ലക്ഷം രൂപയ്ക്ക് 12 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഇവരൊന്നും ആലോചിക്കാതെ വൈക്കം ക്ഷേത്രത്തിൽ ഇന്ന ഭാഗത്തിൽ നിന്ന് 28 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചു. ദുരിതം വന്നു തുടങ്ങി, സർവനാശമാണ്. കുട്ടികൾക്ക് പ്രശ്നം, അവർക്ക് പ്രശ്നം, ഇത് പ്രശ്നം, വസ്തു. പക്ഷേ ഈ വസ്തു എങ്ങനെ വിൽക്കും? മനുഷ്യരെന്താ? അദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനൊരു കുഴപ്പവും വിറ്റയാൾക്ക് ഒരു കുഴപ്പം ഉണ്ടാകാതിരിക്കട്ടെ. സർപ്പക്കാവിരുന്ന കുളം, സർപ്പക്കുളം. ആ സർപ്പക്കുളത്തിൻ്റെ പുറകിൽ മണ്ണ് കൊണ്ടിട്ട് അത് വീട് വെക്കാണ്ട് ഈ മനുഷ്യരൊന്നും അറിയാതെ വാങ്ങിച്ചത് ഒരു ദുരിതങ്ങൾ വന്ന് അറ്റയാളെ ഭാര്യയും മരിച്ചു. ഇത് വിറ്റതിന് ശേഷമാണ് അയാളുടെ ഭാര്യ മരിച്ചു. ആ പൈസ കൈ കിട്ടിയതിന് ശേഷം ആ സ്വത്തായിരുന്നു, അത് മരിച്ചു. സർവത്ര ദുരിതം. എന്തൊരു മനുഷ്യരാണ് ഈ ലോകത്തുള്ളത്! ഒരു മനുഷ്യനെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടല്ലേ പറ്റിച്ചേക്കുന്നത്. കുളം ആരും വായിക്കുമോ? അപ്പോഴാണ് ഇവർ ചെന്ന് പലയിടത്തും ചോദിക്കുമ്പം, അയ്യോ ആ സ്ഥലമാണോ? അത് കാവിരുന്ന സ്ഥലമില്ലേ? ഈ സർപ്പക്കാവ് വിലയ്ക്ക് വാങ്ങുകയും സർപ്പക്കാവിന് ഇടിച്ചു നിരത്തി കളഞ്ഞ് എല്ലാം എടുത്തു കളഞ്ഞ് അവിടെയൊക്കെ കയറി വീട് വെച്ച് അവിടെയൊക്കെ സെപ്റ്റി ടാങ്കും കുഴിച്ച് ചെയ്യുന്നവരുടെ അവസ്ഥകൾ അവരുടെ അല്ലെങ്കിൽ അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ കൊച്ചുമക്കളെ അനുഭവിക്കുന്ന ഞാൻ അവരോട് പറഞ്ഞു, ദുരിതം വളരെ വലുതാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആ സ്ഥലം വിട്ടേക്ക്, ആ സ്ഥലം നിങ്ങളായിട്ട് കൊടുക്കരുത്, ആ പണം പോയി എന്ന് വെക്കാൻ. അവർ കരഞ്ഞു. കാരണം അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല സ്വാമി, എങ്ങനെങ്കിലും ആര് മേടിക്കാനാണ്? ഞാനിത് എത്രയോ വീഡിയോകളിൽ പറയുന്നതാണ്, ഇത് എടുക്കരുത്, ഈ സർപ്പസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഉള്ളിടത്ത് ഇത് ചെയ്യരുത്. സർപ്പത്തിൻ്റെ മണ്ണ് കൊണ്ടിടുന്ന സ്ഥലം, കാവിലെ മണ്ണ് കൊണ്ടിരുന്ന സ്ഥലം, അമ്പലങ്ങൾ ഇടിച്ചു നിരത്തിയിട്ട് അവിടുത്തെ ആ സ്ഥലം മണ്ണ് കൊണ്ടിടുന്ന സ്ഥലം. ഇനി എത്ര ദൈവവിശ്വാസമില്ലാതെ അന്ധത എന്ന് പറഞ്ഞാലും ഇത്തരം കാര്യങ്ങളിൽ സംഭവിക്കുന്നത് എൻ്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുമ്പിൽ ഞാൻ സ്ഥലം പറയുന്നതിന് കാരണമുണ്ട്. കാരണം ആ സ്ത്രീ കലിയുവാണ്. വഞ്ചിച്ച മനുഷ്യൻ, അയാൾ അവിടെ എന്തോ കടയും കണ്ട് നടത്താണ് ഈ വിറ്റവൻ. അവനുള്ളത് ദൈവം ബാക്കി വെച്ചിട്ടുണ്ട്. അവന് ദൈവം ബാക്കി വെച്ചേക്കുമല്ലോ. കാരണം ഒരുത്തരം പറ്റിക്കാനൊക്കെ വളരെ ആര് വേണമെങ്കിലും പറ്റിക്കുക, എത്ര കാലം. എല്ലാവരും എക്കാലത്തും പറ്റിക്കാൻ പറ്റൂല. ഇങ്ങനെയുള്ള കുറേ വിദ്വാൻമാരുണ്ട് ഇവിടെ. മനുഷ്യനെ എന്തും പറഞ്ഞു. ഇപ്പം ഭക്തിയിലുണ്ട്. ഞാനല്ലേ പൂജ പരിപാടികൾ നിർത്തിക്കളഞ്ഞത്. പൂജ എന്തെങ്കിലും ഹോമങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് എല്ലാ ഹോമങ്ങളും അറിയാം. ഞാൻ പറയുന്നത് ഇത്ര ചിലവുകളൊക്കെ വരും, സാധനങ്ങളൊക്കെ മേടിക്കുക എന്നാൽ ചെയ്തു തരാം. അതും ഇപ്പോൾ നിർത്തേണ്ട അവസ്ഥയാണ്. കാരണം അതിൻ്റെ ഫലങ്ങൾ 6-1 ദോഷം. നമ്മൾ എത്ര ഫലം ചെയ്താലും ചെയ്യുന്നവൻ 6-1 ദോഷം വരും. കാരണം ഇവർക്ക് ദുരിതമാണല്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ഥലങ്ങൾ മേടിക്കുമ്പോൾ ഇനിയെങ്കിലും ജപ്തി ചെയ്ത വസ്തുക്കൾ ജപ്തി ചെയ്യുന്ന മാനേജർക്ക് വരും ദുരിതം. കാരണം മണ്ണ് വരിയിട്ടല്ലേ ശപിക്കണേ. അയ്യോ മാനേജർ അവൻ വന്ന് ബാങ്കുകാർ വന്ന് നശിച്ചു പോകണമെന്ന് ശപിക്കും. ബാങ്കിൽ ജപ്തി ചെയ്ത വസ്തുക്കൾ നിങ്ങൾ മേടിക്കരുത്. ലോൺ എടുത്ത് വീടുകൾ വെച്ചാൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ നിങ്ങൾ ബാധ്യതയാണ്. ലോൺ കൊണ്ടുള്ള പരിപാടികൾ നിങ്ങൾ ആദ്യം നിർത്തണം. കടം മേടിക്കുന്ന പരിപാടികൾ നിർത്തണം. ഞാൻ കടം മേടിക്കാറില്ല, ലോൺ എടുക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. ലോൺ എടുത്താൽ തന്നെ ചാർട്ടേഡ് അക്കൗണ്ട് ചോദിക്കും നമ്മുടെ എങ്ങനെ എടുത്താൽ ലോൺ, അത് ബാങ്കിൽ ഇട്ടിട്ട് വേണം നമ്മൾ ലോൺ എടുക്കാൻ. വിളിക്കുന്നവർ, വസ്തു വിൽക്കുന്നവർ അടുത്തതാണ്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ വസ്തു ഒന്ന് വിൽക്കാൻ പറ്റുമോ സ്വാമി? വിറ്റിട്ട് അങ്ങോട്ട് പോകുന്നത് പൂർവ്വരുണ്ടാക്കിയിട്ടാക്കുന്ന വസ്തുക്കൾ, അച്ഛനിൽ നിന്നും അമ്മച്ചിയിൽ നിന്നൊക്കെ കിട്ടിയ, അമ്മമാരിൽ നിന്നൊക്കെ കിട്ടിയ വസ്തുക്കൾ വിറ്റ്
കടങ്ങൾ തീർക്കുക. പിന്നെ എന്നിട്ട് എന്താണ് ചെയ്യണം? ജീവിതത്തിൽ ഒരു സമ്പാദ്യവും ഇല്ലാതെ, ഒരു മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതെ നരകിച്ച് മരിക്കാനാണ്. വിൽക്കുക. അതെ, ഞാൻ ചോദിക്കുക, എന്തിനാണ് വിൽക്കുന്നത്? അത് ഞങ്ങൾക്ക് കടം കൊണ്ട് നിവൃത്തിയില്ല സ്വാമി. ഇതിങ്ങനെ കടമുണ്ടായി ഉത്തരവാദിത്വം ഇല്ലാതെ ചിന്തിക്കാതെയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ കടം വരും. എൻ്റെ അനുഭവങ്ങൾ വെച്ചാൽ ഞാൻ പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ അടുത്തൊരു പ്രൊഡ്യൂസർ വന്നു. ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടിക്കുന്ന കാലത്താണ്. അപ്പോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, താങ്കൾക്ക് സിനിമ പറഞ്ഞിട്ടില്ല, അല്ല സ്വാമി കഥ തന്നാൽ മതി. അപ്പോൾ എന്നെ ടീച്ചർ വിളിച്ചു പറഞ്ഞു, നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് സ്വാമി, അഡ്വാൻസ് വാങ്ങിക്കൂല. അദ്ദേഹം പോയി ഒരാളെ വെച്ച് സിനിമ എടുത്ത് സർവ്വതും പോയി. അത് കഴിഞ്ഞ് ഒരു ദിവസം ഒരാൾ, കുറേ പിള്ളേരും എല്ലാം കൂടെ വന്നു, ശിവരാജ് മോഹൻ എല്ലാം കൂടെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സ്വാമി ഈ സിനിമ വേണം, ഞാൻ 15 ലക്ഷം രൂപ തരാം. ഞാൻ പറഞ്ഞു വേണ്ട, 13 രൂപ മതി. 3 രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ഈ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് മൂകാംബികയിലൊന്നും പോകരുത്, ഈ സ്ക്രിപ്റ്റ് മാടകൊല്ലി എന്ന് പറഞ്ഞ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്, നിങ്ങൾ എല്ലായിടത്തും പോരുത്, പ്രയാസമാണെന്നൊക്കെ പറഞ്ഞു. അതിനുള്ള ഏതോ ഒരുത്തം പറഞ്ഞു ആമിയെ പോകാൻ പറയാമെന്ന് പറഞ്ഞു പോയി. ആ പ്രോജക്റ്റ് അവിടെ നിന്ന് എന്തോ കബറുകളുണ്ടായി, പരസ്പരം പിരിഞ്ഞ്. ഇപ്പോൾ രണ്ടാമത് മേജർ വന്നപ്പോൾ എനിക്ക് 5 ലക്ഷം രൂപ കിട്ടി. 3 ലക്ഷം രൂപ, ഞാൻ 3 ലക്ഷത്തിൽ വരെ 5 ലക്ഷം രൂപ അവർക്ക് കൊടുത്തു അഡ്വാൻസ് വാങ്ങിച്ച് കൊടുത്ത്, അവരെ അങ്ങ് വിട്ട് ആ സ്ക്രിപ്റ്റ് വാങ്ങിച്ച് കൊടുത്തു. ഇതൊക്കെ ചില വിശ്വാസങ്ങളുടെ ഭാഗമാണ്. ചില വിശ്വാസ പ്രമാണങ്ങളും ചില കാര്യങ്ങളും ഉണ്ട്. സ്ഥലങ്ങൾ മേടിക്കുമ്പോഴുള്ള കാര്യം വിറ്റ് എനിക്ക് രാവിലെ മുതൽ ഞാൻ ഫോണിൽ കേൾക്കുന്നത്, സ്വാമി ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, സ്ഥലം വിൽക്കണം. അതിനെന്തെങ്കിലും മാർഗം ഉണ്ടോ? എന്ത് മാർഗം? അല്ല എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്ന്, എന്തെങ്കിലും ചെയ്തിട്ട് കൊടുത്ത് സ്ഥലം വിറ്റ് കൊടുക്കാൻ. ഇതാണ് ഇവിടെ നടക്കുന്നത്. വിറ്റാൽ അങ്ങനെ ഇട്ട് കൊടുത്ത് ഭൂമി മേടിച്ചാൽ, കൺകെട്ടിയും മറച്ചുമൊക്കെ ഭൂമി വാങ്ങിച്ചു കൊടുത്താൽ ഉണ്ടാകുന്ന അവസ്ഥകൾ വളരെ. അതുകൊണ്ടല്ലേ ഒരു ഞാൻ നല്ലതായിട്ട് ഉപാസന ചെയ്യുന്ന ഒരാൾ പൂജ പണം കൊണ്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ട്. പൂജ ചെയ്ത് ദുരിതപ്പെടുന്നവനാണല്ലോ. ലോട്ടറി അടിച്ചവരാരും വന്നൊരു പൂജ ചെയ്യാം, സ്വാമി എൻ്റെ കയ്യിൽ കുറേ പണമുണ്ട്, ഒരു പൂജ പറയില്ല. എല്ലാം നശിച്ചു അവസ്ഥാനാവുമ്പം എന്നാ സ്വാമിയെ ഒന്ന് കാണാം എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് ഇത് ചെയ്യും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ കഴിഞ്ഞ ദിവസം 21, 22 മുറിപ്പാലത്തറി മാടൻ തമ്പുരാ ക്ഷേത്രത്തിൽ ഞാൻ ഫലം പറയായിരുന്നു. 2 ദിവസം 213 പേരുണ്ടായിരുന്നു. ഞാൻ എല്ലാവരുടെ ഫലവും പറഞ്ഞു, വന്നവർക്കറിയാം. അവസാനം രാത്രിയാകുമ്പോൾ ലൈറ്റ് വെച്ചു. രാവിലെ വന്നവരാണ്, കാസർഗോഡും പിന്നെ കോഴിക്കോടും ഗുജറാത്തും മൈസൂരിൽ നിന്നൊക്കെ വരുവാണ്. ഒന്ന് ടോക്കൺ എടുത്തവരാണ്, പറഞ്ഞേ പറ്റൂ. എൻ്റെ സൗണ്ട് പോയി. ഞാൻ 2 ദിവസം, ഇന്നാണ് പിന്നെ DNA വന്നത്. 213 പേരുടെ ഫലം ഒന്നും തെറ്റില്ല. അവിടെ നമ്മളൊരു വീഡിയോ നമ്മൾ അന്ന് അവിടെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, DNA ഒക്കെ. നിങ്ങളത് കാണണം. കാരണം നമ്മൾ ദൈവമില്ല എന്ന് പറയുന്നവരും പിന്നെ ഇത്തരം ജ്യോതിഷ ശാസ്ത്രത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്നവരും, എനിക്ക് ജ്യോതിഷമൊന്നും അറിയത്തില്ല, ഞാൻ ഒരു നാണയം വെച്ചാൽ ഫലം പറയും. അത് ആ മാടൻ തമ്പുരാ ക്ഷേത്രത്തിൽ ആൾക്കാരെ പൈസയൊന്നും വാങ്ങിച്ചിട്ടല്ല അവിടെ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അവിടെ കിട്ടുന്ന ആ അമ്പലം നന്നാക്കാനായിട്ട് അവിടെ പോയിട്ട് ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭൂമി വാങ്ങിച്ചിട്ടുള്ള, ഭൂമി വിറ്റിട്ടുള്ള പരിപാടികൾ നമ്മളങ്ങ് നിർത്തണം. അല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഒരു വല്ല ചിട്ടിയൊക്കെ ചേർന്ന് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി കൊടുത്ത് കടബാധ്യത തീർക്കാനല്ലാതെ പൂർവികർ തന്ന വസ്തുക്കൾ, നമ്മൾ ഉണ്ടാക്കിയ വസ്തുക്കളൊക്കെ ബാഗിൽ കൊണ്ടുവച്ച് അതെല്ലാം വലിയ ബുദ്ധിമുട്ടിലായി പോവും. നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഉള്ള സാധനങ്ങളെ നശിപ്പിച്ച് കളയാതിരിക്കൂ. ഉള്ള വീടും സ്ഥലവും വിൽക്കാതിരിക്കൂ. അത് മറ്റൊരാൾ വാങ്ങിച്ച് അത് വേറൊരവസ്ഥയിലാവും. അതുകൊണ്ട് നിങ്ങളൊക്കെ എങ്ങനെങ്കിലും കുറച്ചുകൂടെ കഷ്ടപ്പെടാൻ തയ്യാറാക്കിയിട്ട് ഇത് വിൽക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് ഇത് വിൽക്കേണ്ട അവസ്ഥ വന്നത്? എവിടെയാണ് നമുക്ക് മടയത്തരം പറ്റിയത്? ഈ മണ്ടൻ ചിന്തകളിൽ നിന്നോ, ഇല്ലെങ്കിൽ ഇപ്പം ഒരാൾ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു, ലോൺ എടുത്ത് ബിസിനസ് തകർന്നു. ലോൺ എടുത്താണ് ചെയ്യണത്. എന്തിന് ലോൺ? നീ അധ്വാനിച്ച് സ്വന്തം അധ്വാനത്തിൽ നിന്നുണ്ടാവൂ. ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്ത് എന്ത് പരിപാടികൾ ചെയ്താലും ബാങ്കുകാർ രക്ഷപ്പെടണം. അല്ലാതെ ബാങ്കുകാർ രക്ഷപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ. അവർക്ക് കുറേ ഇപ്പുറ സൈഡിൽ കൂടെ പോകും. ജിപ്തി ചെയ്ത വീടുകൾ, ജിപ്തി ചെയ്ത സ്ഥലങ്ങൾ, ജിപ്തി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം മഹാദുരന്തങ്ങൾ തലമുറകളിലൂടെ വന്നു ചേർന്ന് സർവനാശം സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ലോൺ എടുക്കാതെയും ബാധ്യതകൾ ഉണ്ടാക്കാതെയും അധ്വാനിച്ചും കഠിനാധ്വാനം ചെയ്തും കടബാധ്യതകൾ തീർക്കാനും ജീവിക്കാനും ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.